ഓം ശാന്തി. സമയദോഷം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? പലപ്പോഴും പറയാറില്ലേ, എൻ്റെ സമയം ശരിയല്ല, ശനിദോഷമാണ്, രാഹുദോഷമാണ്. ദോഷം അകറ്റാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം ചെയ്തിട്ടും ദോഷം മാറുന്നില്ല. അത് കാരണം നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നില്ല. ഓടി ഓടി നിരാശ ബാധിക്കുന്നു. അപ്പൊ സമയദോഷം മാറാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് സമയദോഷം എന്ന് നമ്മൾ ആദ്യം അറിയുക. അപ്പൊ ഇപ്പോഴത്തെ സമയം നമ്മുടെ ദോഷമാണ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ വരാനുള്ള കാരണം എന്താണ്? സമയദോഷത്തിൻ്റെ കർമ്മദോഷമാണ് സമയദോഷത്തിൻ്റെ കാരണം. നമ്മളിൽ നിന്ന് എങ്ങനെയും ഏതെങ്കിലും സമയത്ത് നമ്മളിൽ നിന്ന് പോയ കർമ്മത്തിൻ്റെ വിത്ത്, ചില വികർമ്മങ്ങളുടെ, തെറ്റുകളുടെ, അബദ്ധങ്ങളുടെ വിത്തുകൾ നമ്മൾ പാകിയിട്ടുണ്ട്. ആ പാകിയ വൃക്ഷം വിത്ത് വളർന്ന് വൃക്ഷമായി ഇപ്പൊ ആ ഫലം പറിക്കുകയാണ്. ഇപ്പൊ സമയദോഷാർത്ഥം എന്താണ്? ആ പാകിയ വിത്ത് ഉണ്ടാക്കിയ വൃക്ഷത്തിന്റെ ഫലം, ചില കർമ്മങ്ങളുടെ സെറ്റിൽമെന്റ് ഇപ്പൊ നടക്കുകയാണ്. അപ്പോ നമുക്ക് സമയദോഷം വന്നു അർത്ഥം എന്താണ്? ചെയ്തു പോയ ആ വികർമ്മങ്ങളുടെ സെറ്റിൽമെന്റ് കാരണം ചില ദുഃഖം, ചില കഷ്ടം, ചില വിഷമങ്ങൾ, ചില പ്രതിസന്ധികൾ നമുക്കിപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരിക. അത് ഈ സമയത്താണ് ഫേസ് ചെയ്യണേ. അതിൻ്റെ അർത്ഥം ഈ സമയത്തിന്റെ ദോഷമല്ല, ഇന്നലകളിൽ നമ്മൾ ചെയ്തു പോയ കർമ്മം ഉണ്ടാക്കിയ ദോഷം. അത് ഈ സമയത്ത് നമുക്കതിൻ്റെ ഫലം ഭുജിക്കേണ്ടി വരികയാണ്, അല്ലേ? അപ്പൊ നമുക്ക് എന്ത് തോന്നുകയാണ്? ആ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പോൾ. അപ്പൊ നമുക്ക് തോന്നുകയാണ് എനിക്കുള്ള സമയം ദോഷമാണ്. യഥാർത്ഥത്തിൽ ദോഷം എന്താണ്? ദോഷം എവിടെ സംഭവിച്ച്? കർമ്മത്തിന്റെ വിത്ത് വിതച്ചപ്പോൾ. അതെപ്പോഴാ ചെയ്തേ? അത് ചിലപ്പോൾ ഇന്നലകളിലായിരിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് സമയദോഷം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ സമയദോഷം മാറാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സങ്കല്പവും വാക്കും പ്രവൃത്തിയും പെരുമാറ്റവും നമ്മുടെ വ്യവഹാരങ്ങളും പ്രവൃത്തികളും ഇത് വിത്തുകളാണ്. ഇത് വിതയ്ക്കുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിതയ്ക്കുമ്പോൾ നമുക്ക് ചോയ്സ് ഉണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആൾക്കാർ പറയില്ലേ, എനിക്കുള്ള സ്വാതന്ത്ര്യമല്ലേ, എങ്ങനെ വേണമെങ്കിലും ഞാൻ ജീവിക്കും, എന്ത് വേണമെങ്കിലും കഴിക്കും, കുടിക്കും, പ്രവർത്തിക്കും. അതിന് നമുക്ക് ചോയ്സ് ഉണ്ട്. പക്ഷേ കർമ്മത്തിന്റെ വിത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വിളനിലത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനന്തരഫലങ്ങൾ റിട്ടേൺ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് ചോയ്സ് ഇല്ല. അപ്പോൾ സമയദോഷാർത്ഥം എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് പോയ വികർമ്മങ്ങളുടെ വിത്തുകൾ ഉണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് ഈ സമയത്ത് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് തോന്നുകയാണ് സമയദോഷമാണ്. അപ്പോൾ സമയദോഷം മാറാൻ എന്താ നമുക്ക് ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? കർമ്മദോഷമാണ് ഇല്ലാണ്ടാക്കേണ്ടത്. എന്താ കർമ്മദോഷം? ദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കർമ്മം ചെയ്യാതിരിക്കുക. നമുക്കോ മറ്റുള്ളവർക്കോ ദോഷം, നമുക്കോ മറ്റുള്ളവർക്കോ വിഷമം, വേദന, ബുദ്ധിമുട്ട്, കഷ്ടം, നഷ്ടം ഉണ്ടാക്കുന്ന കർമ്മങ്ങളുടെ വിത്തുകൾ വിതയ്ക്കാതിരിക്കുക. ഇന്നുകളിൽ വിതയ്ക്കാതിരിക്കുക. അപ്പം നമുക്ക് നാളുകളിൽ ഇതിൻ്റെ കോൺസിക്വൻസ്, ഇതിൻ്റെ അനന്തരഫലങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയദോഷം ശരി വിതച്ചു പോയി, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ നമ്മുടെ അടുത്ത് കഷ്ടവും കൊണ്ട് വരികയാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമുക്ക് ആ അനന്തരഫലങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്കുള്ള ഏകമാത്ര ഉപായം എന്താണ്? ശ്രേഷ്ഠ കർമ്മം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, നല്ല ചിന്തകളും നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും എത്ര ഇപ്പം ചെയ്യാൻ പറ്റുമോ ചെയ്തുകൊണ്ട് പോവുക. പ്ലസ് കൂടുമ്പോൾ മൈനസിൻ്റെ എഫക്റ്റ് കുറയും. ശ്രേഷ്ഠ കർമ്മങ്ങളുടെ വിത്ത് വിതയ്ക്കുമ്പോൾ നമുക്ക് വളരെയധികം ആശീർവാദം അനേകരിൽ നിന്ന് കിട്ടും, ബ്ലെസ്സിങ്സ് കിട്ടും. അനേകർക്ക് സുഖം കൊടുക്കുന്ന കാര്യം ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ എന്തായി? ശ്രേഷ്ഠ കർമ്മം ചെയ്യുമ്പോൾ അനേകരുടെ ആശീർവാദം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പ്ലസ് ധാരാളം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളിൽ നിന്ന് ഇന്നലകളിൽ എപ്പോഴോ, ഇന്നലെ എന്ന് പറയുന്നത് ചിലപ്പോൾ മുൻജന്മങ്ങളിലുമാകാം, നമ്മൾ വിതച്ചുപോയ ആ വിത്ത് നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരുന്ന ഫലങ്ങളുടെ ആ കഷ്ടതകളുടെ കാഠിന്യം കുറയ്ക്കാൻ
നമുക്ക് കഴിയുന്നത്ര ശ്രേഷ്ഠ കർമ്മങ്ങളുടെ വിത്തുകൾ പാകാം. മൂന്നാമത്തത്, നമുക്ക് സമയദോഷം അല്ലെങ്കിൽ കർമ്മങ്ങളുടെ സെറ്റിൽമെന്റ് സമയദോഷത്തിന്റെ രൂപത്തിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന മൂന്നാമത്തെ കാര്യമാണ് മെഡിറ്റേഷൻ. സർവശക്തിവാന്റെ ഓർമ്മ. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഈശ്വരീയ ശക്തികൾ നമ്മുടെ വിൽ പവർ വർദ്ധിപ്പിക്കും. ആന്തരിക ശക്തികൾ കൂടുമ്പോൾ ജീവിതത്തിൽ എന്തും ഫേസ് ചെയ്യാനുള്ള നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കും. വർദ്ധിക്കും. മെഡിറ്റേഷൻ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. സാധാരണ നമ്മൾ പറയാറില്ലേ, നമ്മൾ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ സയൻസിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, സ്ട്രെസ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ മേലെ നമുക്ക് സമ്മർദ്ദം ഫീൽ ചെയ്യുമ്പോൾ, മർദ്ദം ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്ന ആ വസ്തുവിൻ്റെ സ്ട്രെങ്ത് എത്രയുണ്ട്, ആ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ അതിൻ്റെ മേലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അല്ലേ, അത് ഈസ് ഈക്വൽ ടു നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് അളക്കുന്നത്. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ പ്രഷർ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രഷർ, നമുക്ക് ആ പ്രഷർ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? സമയദോഷത്തിൻ്റെ കാഠിന്യം കുറയാൻ നമുക്ക് സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. സ്ട്രെങ്ത് കൂടുന്തോറും എന്താകും, നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രഷർ അത് പുറത്തുനിന്ന് വരുന്നതാ. സമയദോഷം വന്നു കഴിഞ്ഞു, അത് നമ്മുടെ മേലെ പ്രഷറും ചെലുത്തിക്കൊണ്ട് വരികയാണ്. പക്ഷെ അത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന മേഖല ഒന്ന് മാത്രമേ ഉള്ളൂ, സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളതാണ്, ആന്തരിക ശക്തി കൂട്ടുക എന്നുള്ളതാണ്. അവിടെയാണ് മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് സമയദോഷം അകറ്റാൻ ഈ 3 കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. ഒന്ന്, കർമ്മങ്ങൾ, ദോഷം ഉണ്ടാക്കുന്ന കർമ്മം, നമുക്കും മറ്റുള്ളവർക്കും ദോഷം ഉണ്ടാക്കുന്ന കർമ്മം ചെയ്യാതിരിക്കാം. രണ്ടാമത്തെ കാര്യം, ശ്രേഷ്ഠ കർമ്മങ്ങളുടെ വിത്ത് ധാരാളം വിതച്ച് ധാരാളം ആശീർവാദങ്ങൾ വാങ്ങാം. മൂന്നാമത്തത്, മെഡിറ്റേഷൻ ശീലമാക്കി ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാം. ഓം ശാന്തി.